ഹായ് ഹലോ, വി ആർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫോട്ടോ നെയിം സ്ലിപ്പ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു കംപ്ലീറ്റ് ഗൈഡാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണേ എന്നുള്ളൊരു സ്റ്റെപ്പായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ക്യാൻവ എന്ന ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ പോകുക. ആൻഡ് ദെൻ A4 ബ്ലാങ്ക് സ്പേസിന് സെർച്ച് ചെയ്യാം. അതിൽ നമുക്ക് ബോർഡർ ലൈൻസോ അങ്ങനെ എന്തെങ്കിലും ലൈൻസൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് വയ്ക്കാം. പിക്ചർ ഫുള്ളായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. സൈഡിലൊരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫ്രെയിം എന്നൊരു ഫ്രെയിം ഓപ്ഷന് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ ക്യാമറ റോൾ എന്നൊരു ഓപ്ഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഡൗൺലോഡഡ് ആയിട്ടുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് നമ്മുടെ A4 എന്നൊരു ബ്ലാങ്ക് സ്പേസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2x6 എന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് കറക്റ്റ് പ്രപ്പോർഷൻ കിട്ടാൻ വേണ്ടി ഒരു നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അത് ചൂസ് ചെയ്തിട്ട് എല്ലാ നെയിം സ്ലിപ്പും ഒരുമിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ഡ്രാഗ് ചെയ്യുകയും അതെല്ലാം കറക്റ്റ് പ്രപ്പോർഷൻ ആക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ A3 എന്നൊരു ബ്ലാങ്ക് സ്പേസ് എടുത്തു. അതിലേക്ക് ഇത് 2 പ്രാവശ്യം ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തു. അതിനുശേഷം ഒരു A4ൻ്റെ ഹാഫായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതും നമ്മൾ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ പിക്സാർട്ട് എന്നൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. പിക്സാർട്ടിൽ നമ്മൾ ബ്ലാങ്ക് സ്പേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പ്ലെയിൻ വൈറ്റ് ബ്ലാങ്ക് സ്പേസ്. അതാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വൈറ്റ് ബോർഡർ തന്നെ കിട്ടും. ഈ വൈറ്റ് ബോർഡർ നമ്മൾ സ്ക്വയർ എന്നൊരു ഓപ്ഷൻ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വൈറ്റ് ബോർഡ് നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റ്ലി നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഒരു സ്ക്വയർ ഷേപ്പ് ചൂസ് ചെയ്തു. അത് ഡ്രാഗ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നെയിം ക്ലാസ് ഡിവിഷൻ സബ് ഡിവിഷൻ റോൾ നമ്പർ സ്കൂൾ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ക്യാരക്ടർ ഏതാണ് വേണ്ടത് ആ ക്യാരക്ടർ സ്റ്റിക്കേഴ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്ലർ ചെയ്ത് വേണമെങ്കിൽ ഓപ്പോസിറ്റ് കുറച്ച് നമുക്ക് സെൻറ്റർ പോർഷനിൽ ക്യാരക്ടറും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരക്ടർ ഓപ്ഷൻ എടുത്തിട്ട് ഓപ്പോസിറ്റ് കുറച്ച് എടുക്കുന്നു. അപ്പോൾ അതൊരു ലൈറ്റായിട്ട് ഹൾക്കിൻ്റെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സൈഡിൽ വെക്കണമെങ്കിൽ ആ ഒരു ടൈപ്പിൽ നമുക്കും സെറ്റ് ചെയ്യാം. ഇനി ക്യാരക്ടർ എല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ ഫൈനൽ നമുക്ക് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നു. ഇനി ഡൗൺലോഡ് ചെയ്തതിന് ഡയറക്റ്റ്ലി നമ്മുടെ ഗാലറിയിൽ പോയി കിടന്നോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.